കൂമ്പും കരളും പുറം പോളകൾ അടർത്തി മാറ്റി വെളുത്ത ഭാഗം കണ്ടു തുടങ്ങുന്നത് മുതൽ നമുക്ക് ഉപയോഗിക്കാം. പുറം പൂക്കളിലെ സ്റ്റേമനും പ്ലാസ്റ്റിക് ആവരണം പോലുള്ള ഭാഗവും നീക്കം ചെയ്തെടുക്കണം. കൂമ്പിന്റെ നടുക്കുള്ള കാമ്പ് പരിപൂർണമായി മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ കറിക്ക് കയ്പ് രുചിയുണ്ടാകും. അരിഞ്ഞു വെച്ച വാഴക്കൂമ്പിൽ ധാരാളം കറയുണ്ടാകും. കറയ്ക്ക് ഗുണങ്ങളേറെയുണ്ടെങ്കിലും അതിന്റെ കാഠിന്യം കുറയ്ക്കാനായി ഉപ്പുവെള്ളത്തിലിട്ട് വെക്കാം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച കരൾ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ 15 മിനിറ്റ് ഇട്ട് നന്നായി കഴുകിയെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി എന്നിവ ചേർത്ത് ചതച്ചെടുക്കുക. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ചതച്ച് വെച്ചതെല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി കൂടി ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കരൾ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരു 1/4 ഭാഗം വെന്ത കരളിലേക്ക് കറ കളഞ്ഞ കൂമ്പും വലുതായി അരിഞ്ഞ സവോളയും കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കുക. ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ചു വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് വറുത്തെടുക്കുക. നന്നായി വെന്ത കറിയിലേക്ക് വറുത്തു വെച്ച തേങ്ങ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അവസാനം അല്പം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത സംഭവം റെഡി.